അപ്പോൾ ഹലോ, എൻ്റെ പേര് ബസ്മ. ഞാൻ ഡോപ്പയിൽ റിപ്പീറ്ററാണ്, റെസിഡൻഷ്യൽ റിപ്പീറ്ററാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ക്യാമ്പസ് പൂവാട്ടുപറമ്പാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം 1 month ആയി. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുന്ന പഠിക്കുന്ന പോലെ, ഞാൻ ക്യാപ്സ്യൂൾ, അതായത് ഡോപ്പേൻ്റെ തന്നെ ക്യാപ്സ്യൂൾ ചെയ്ത ആളാണ്. പക്ഷേ അത് ഓൺലൈനായിട്ട് ചെയ്ത കാരണം നമ്മൾ വീട്ടിൽ നിന്നാകുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള പരിപാടികളാണ്. കാരണം അവർ സ്കെഡ്യൂൾ തരുമെങ്കിലും നമുക്കിപ്പോൾ ഉച്ചക്കാരെങ്കിലും ഗസ്റ്റ് വരിക എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്കെഡ്യൂൾ മാറ്റി വെക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് ആ ഒരു കൃത്യസമയത്ത് എല്ലാം നടന്നു പോകുന്ന കാരണം കുറച്ചും കൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നേരത്തെ എഴുന്നേൽക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവരുടെ ക്ലാസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്ലാസ്സാണ് ഫാക്കൽറ്റീസിൻ്റെ. ഇപ്പോൾ കെമിസ്ട്രിയിൽ അഷ്റഫ് സാറിൻ്റെ ക്ലാസ്, പിന്നെ അതുപോലെ ഫിസിക്സിൽ തബ്ഷീർ സാറിൻ്റെ ക്ലാസ്, പിന്നെ ബയോളജിയിൽ ആഷിഖ് സാറിൻ്റെ ക്ലാസ്, അതുപോലെ ദേവപ്രിയ മാമിൻ്റെ ക്ലാസ്, അതൊക്കെ ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അത് കണ്ടൊരു പ്രാവശ്യം NCERT വായിച്ചാൽ തന്നെ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആകും. പിന്നെ ഫിസിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറേ പ്രോബ്ലംസ്, പിന്നെ അതുപോലെ ഡോപ്പേൻ്റെ ഇപ്പോൾ ബുക്സ് എല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും അതൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാർക്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹോസ്റ്റലിലായാലും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര കറക്റ്റ് ടൈമിനെല്ലാം ചെയ്ത് ഫുഡ് കഴിക്കായാലും നമ്മൾ ലൈക്ക് വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊന്നും ഇരിക്കില്ല. നമ്മൾ എത്ര വീട്ടിലിരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്കത് കഴിയില്ല. നമ്മൾ ഒരു അൺഡിസിപ്ലിൻഡ് രീതിയിലായിരിക്കും. എന്നെ മറിച്ച് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളൊരു ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ പോകും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ മെൻറ്റേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ മെൻറ്റർ നിഹാല മാം ആണ്. നിഹാല മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡയറക്ടേഴ്സിനായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഒക്കെ ശരിയാക്കി തരും. ഞങ്ങൾക്കിപ്പോൾ ഒന്ന് ഷെഡ്യൂൾ ടൈറ്റ് ആണെന്നോ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ, അതുപോലെ നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മുടെ അടുത്ത് വന്നിട്ട് ഇരുന്ന് കറക്റ്റ് എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ ചെയ്യണം. കാരണം ഞങ്ങൾക്ക് തോന്നും പലപ്രാവശ്യം നമ്മൾ വീട്ടിലേക്ക് വിളിക്കുന്നില്ലാതെ കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ ആണ് മെൻറ്റേഴ്സ്. കാരണം എന്ന് വെച്ചാൽ വീട്ടുകാരൊരിക്കലും ഈ ഒരു ഫേസിലൂടെ നടന്നു പോയവരല്ല. എൻ്റെ വീട്ടിലാരും ഇതുവരെ റിപ്പീറ്റേഴ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. നേരെ മറിച്ച് നിഹാലിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ സമയത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നു, അപ്പം ഞങ്ങൾ ഇന്ന രീതിയിൽ ചെയ്തപ്പോഴാണ് അത് സോർട്ട് ഔട്ട് ആയത്. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനനുസരിച്ച് അതിനുള്ള സൊല്യൂഷൻ അവർ പറഞ്ഞു തരും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ